ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആദ്യം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. എന്റെ മോളെ, നിന്നെ എവിടേക്ക് നമ്മൾ അന്വേഷിച്ചു, എത്ര നാളായി അന്വേഷിക്കുന്നു എന്നൊക്കെ ഇഷിത പറയാണ്. അത് കേട്ടിട്ട് സ്വപ്നയിൽ ചോദിക്കേണ്ട, മോളെ ഇതാണോ മോള് പറഞ്ഞ ആതിര? അതെ അമ്മ, ഇതാണ് ആതിര എന്ന് പറയാണ്. ആദ്യം അപ്പൊ കൈകൂപ്പി എല്ലാവർക്കും ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം മാഡം, ഒരു പ്രാവശ്യം മാഡം എന്നെ രക്ഷിച്ചു. ഇപ്പോ മാഡത്തിന്റെ ഭർത്താവ് മഹേഷ് സാറ് എന്നെ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. ആ വീട്ടിൽ ഞാൻ മരിച്ചു ജീവിക്കുകയായിരുന്നു മാഡം. എപ്പോ വേണമെങ്കിലും മരണം കാത്ത് കഴിയായിരുന്നു ഞാൻ ആ വീട്ടില്. ആ സമയത്ത് മഹേഷ് സാറിനെ രക്ഷപ്പെടുത്തിയത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആതിര പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, മോളെ ദേ നോക്ക്, നിന്റെ നാവിൻ തുമ്പത്താണ് വിനോദിന്റെ ജീവനും ജീവിതവും ഒക്കെ ഇരിക്കുന്നത്. അത് മോൾക്ക് അറിയാലോ, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ വിനോദ് സാറ് സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വിനോദ് സാറിന് ഒരു അപകടം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ രാമകൃഷ്ണൻ ചോദിക്കണ്ടല്ല, ഈ കുട്ടി ഇത്ര നാളപ്പോ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോ ആതിര ഒന്നും മിണ്ടുന്നില്ല. മഹേഷ് പറയുന്നുണ്ട്, അച്ഛാ ആതിര കേരളത്തിന് പുറത്തായിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇവളുടെ രണ്ടാം അച്ഛൻ അൻസാരിദാസിനടുത്തും ആകാശിനടുത്തും ഇവളെ കൊല്ലാൻ വേണ്ടി വിറ്റതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പണം ഒരുപാട് വാങ്ങി അയാളും അയാളുടെ ഭാര്യയും കൂടി ഇവിടുന്ന് നാട് വിട്ടുപോയി. അതിനുശേഷം ഇവളുടെ ബന്ധുക്കൾക്കൊക്കെ അയാൾ പറഞ്ഞു ഇവള് ചെന്നൈയിൽ ജോലി ചെയ്ത് ജീവിക്കണം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളെ കൊല ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ്. ഒരുപാട് പൈസ മേടിച്ച് അയാള് ആകാശ് മേനോനെ വിറ്റത് എന്ന് പറയുമ്പോഴേക്കും ആതിര കരയുവാട്ടോ. അപ്പോഴേക്കും സ്വപ്നം വിളിച്ചു, പാവം കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചു എന്നിങ്ങനെ പറയാണ്. രാമനാഥൻ പറയുന്നുണ്ട്, സ്വപ്നം താൻ സംസാരിച്ചിരിക്കാതെ ആ കുട്ടിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. ആ കുട്ടിനെ കണ്ടാൽ അറിയില്ലേ, ഭക്ഷണം കഴിച്ചു ഉറങ്ങിയിട്ട് കുറെ നാളായിരുന്നു. മോളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ആതിരനെ കൂട്ടിക്കൊണ്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സ്വപ്നവലെടുത്ത് രാമനാഥൻ പറയുന്നുണ്ട്, ഇനി എന്റെ മോൻ മഹേഷ് വിനോദിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് ആരും പറയില്ലല്ലോ. രാമ, അത് ശരിയാണ്. പാവം മഹേഷ് അവന്റെ ജീവൻ കളഞ്ഞിട്ടാണ് വിനോദിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടത്. അവനെ കണ്ടില്ലേ, അവന്റെ കോലം കണ്ടില്ലേ, ചില്ലറ അടിയൊന്നുമല്ല അവിടെ നടന്നിരിക്കുന്നത് എന്ന് സ്വപ്നവല്ലി പറയാണ്. ശേഷം റൂമിലെത്തിയിട്ട് മഹേഷ് കയ്യിൽ ഭയങ്കര ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ വേദന കാണാൻ ഊതിക്കൊണ്ടിരിക്കാട്ടോ. എന്ന് മട്ടിന് ഊതുവാണ്. അത് കണ്ട് ഇഷിത അങ്ങോട്ട് വരുന്നുണ്ട്. മഹേഷ് കാണിച്ച് നല്ല മുറിവുണ്ടോ നോക്കട്ടെ. അയ്യോ, ഇനി ഉള്ളിൽ വല്ല കുപ്പിച്ചില്ലോ തടിക്കഷ്ണോ എന്തിലുണ്ടോ? ഇവിടെ അങ്ങനെ ഒന്നുമില്ല, കണ്ണിൽ അറിയില്ലേ, തൊലി പോയതാണ്. ഞാൻ മരുന്ന് വെച്ചുതരാം മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇഷിത മരുന്ന് വെച്ച് കൊടുക്കാണ്. എന്നിട്ട് ഇഷിത പറയണ്ട, മഹേഷ് എന്റെ അനിയത്തിയുടെ ജീവിതമാണ് ഒരു കരക്കെത്തിച്ചത്. മഹേഷ് പറയണ്ട്, എടോ തന്റെ അനിയത്തിനെ മാത്രമല്ല എന്റെ അനിയന്റെ ജീവിതവും കൂടിയിട്ടല്ലേ എന്ന് പറയാണ്. അത് ശരിയാണ് മഹേഷ്, നല്ല വേദനയുണ്ടോ? ഇല്ലടോ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കഷ്ടപ്പെട്ടാണെങ്കിലും ആതിരനെ കിട്ടിയില്ലേ, ആ ഒരു സമാധാനമാണ് എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. മഹേഷ് ഇങ്ങനെ പറയണ്ട, ഇഷിത താൻ എന്നെ എന്തുമാത്രം മാറ്റിയിടോ. മുമ്പൊരു പരുക്കൻ സ്വഭാവമായിരുന്നു എന്റെ. ആരോടും ശരിക്കും സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയില്ല. ആകെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് എന്റെ മോൾ ചിപ്പിയെടുത്ത് മാത്രമായിരുന്നു. പിന്നെ എന്റെ അച്ഛനോടും, അച്ഛനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ ആരത്തും ഞാൻ വലിയ അടുപ്പൊന്നും കാണിച്ചിട്ടില്ലടോ. എല്ലായിടത്തും പരിപരിക്കലിനൊപ്പം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ മാറ്റം വരുത്തിയത് ഇഷിത താനാടോ. എന്റെ സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചു, പ്രണയം എന്താണെന്ന് പഠിപ്പിച്ചു. ശരിക്കും അതിന്റെ ആഴം ഞാനിപ്പോ അറിയുന്നുണ്ട് തന്നിലൂടെ എന്ന് പറയാണ്. ഇഷിത പറയണ്ട്, മഹേഷ് പറഞ്ഞത് ശരി തന്നെയാണ്. എന്റെ സ്വഭാവം ഒട്ടും വ്യത്യാസമൊന്നും അല്ലായിരുന്നു. മഹേഷാണ് എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത്. താൻ ആലോചിക്കുന്നുണ്ടാടോ, നമ്മൾ കണ്ടുമുട്ടിയ സമയത്ത് എന്തുമാത്രം വഴക്കുണ്ടാക്കുമായിരുന്നു ഞങ്ങള്. അത് ഞാൻ ആലോചിക്കാറുണ്ട് മഹേഷ്. പക്ഷെ അതൊക്കെ പ്രണയത്തിന്റെ വഴക്കുകളായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു ബിന്ദുവിലെത്താനുള്ള ഒരു വഴക്കായിരുന്നു അത്. അവസാനം നമ്മൾ എത്തി, പ്രണയം എന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ രണ്ടുപേരും ഒരുപോലെത്തി. നമ്മൾ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഹേഷ് എന്ന് പറയാണ്. എനിക്ക് തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലടോ എന്ന് പറയാണ്. ശേഷം ഇഷിത വയറ്റിലേക്ക് മഹേഷ് ചെവി വെക്കുന്നുണ്ട്, എന്നിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. മഹേഷ് കരയുവാട്ടോ. എന്താ മഹേഷ് കരയണത്? ഒന്നുമില്ല, തന്നിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യണത്. തന്നെ പോലത്തെ ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോ. ഇപ്പൊ എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ പോവാ താൻ എന്ന് പറയാണ് മഹേഷ്. ഇത് മഹേഷിന് മാത്രമല്ല എന്റെയും ഭാഗ്യമാണ്. മഹേഷിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ എന്റെ ഭാഗ്യം. ഈ ലോകത്തോട് ഇപ്പൊ ആരെന്ത് ചോദിച്ചാലും ഞാൻ വിളിച്ചു പറയും, എന്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭർത്താവ് മഹേഷ് ആണെന്ന് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. ആ സമയത്ത് മഹേഷിന്റെ മുറിവൊക്കെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇഷിത പറയാണ്, മഹേഷ് നമുക്ക് ആതിരനെ കുറിച്ചുള്ള അടുത്ത പ്ലാൻ ചെയ്യണ്ടേ, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ
സ്വപ്നവല്ലിയും രാമനാഥനും മഹേഷും അതുപോലെ തന്നെ പ്രിയാമണിയും മാഷൊക്കെ രാവിലെ തന്നെ വന്നിരിക്കട്ടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. മാഷ് ചോദിക്കണ്ടു, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ വന്നാലും ആതിരനെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അതന്നെ വലിയ കാര്യം. ഇനിയിപ്പോ വിനോദിനെ പുറത്തിറക്കാൻ നിയമ തടസ്സമൊന്നും ഉണ്ടാവില്ല അല്ലേ മഹേഷ്? ആതിരെ ഹാജരാക്കാന് അവൾ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമ തടസ്സവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വപ്നവലി എല്ലാവർക്കും ചായ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ നന്നായിട്ട് പേടിച്ചാ കിടന്നുറങ്ങിയത്. ആതിരനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നോണ്ട് ഇനി ആരെങ്കിലും ഈ വീടിനെ നേരെ കല്ലെറിയോന്നോ ഉപദ്രവിക്കുന്നോന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാഷ്, അല്ല മഹേഷ്, ആതിരനെ ഇവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശിച്ചേക്കുന്നത്? തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പരിചയമുള്ള ഒരു ഓർഫനേജ് ഉണ്ട്, എനിക്ക് പരിചയമുള്ള സിസ്റ്ററാണ്, അവിടെ തൽക്കാലം നിർത്താന്നാ വിചാരിച്ചേക്കുന്നത്. അപ്പോ ഇന്ന് ആതിരനെ കോടതിയിൽ ഹാജരാക്കോ? വേണം. ഞാൻ കാര്യങ്ങളൊക്കെ വക്കീലിനോട് പറഞ്ഞപ്പോ വക്കീൽ ഇന്ന് തന്നെ ഹാജരാക്കാന്നാണ് പറഞ്ഞത്. മഹേഷ് ഒറ്റക്കാണ് പോണത്? വക്കീൽ ഇപ്പൊ വരും, വക്കീലിന്റെ കാറിലാണ് ഞാനും ആതിരയും പോണത്. വക്കീലിന്റെ കാറിനെ തൊട്ടു പിന്നാലെ വേറൊരു വാഹനവും കൂടി വരുന്നുണ്ട്, സേഫ് ആയിട്ട് അവിടെ എത്തണമല്ലോ. അപ്പോഴേക്കും ആതിര അവിടേക്ക് വരുവാണ്. പ്രിയാമണി ചോദിക്കുന്നുണ്ട്, ഇതാണ് ആതിര അല്ലെ? അതെ. അപ്പോ സ്വപ്നയിൽ പറഞ്ഞിട്ട് ഇന്നലെ ഇവളുടെ കോലൊന്ന് പ്രിയാമണി കാണുമായിരുന്നു, പാവം കുട്ടി കണ്ടാൽ സഹിക്കില്ലായിരുന്നു, ഇപ്പോഴാ ഇതിനൊരു ജീവൻ വെച്ചത് എന്ന് പറയാണ്. സുചിത്ര പറയുന്നുണ്ട്, അതിന് നീ എന്റെ ജീവിതമാണ് എനിക്ക് തിരിച്ചു തന്നത് എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ പുറത്ത് ഹോൺ അടിക്കാട്ടോ. മഹേഷ് പറയുന്നുണ്ട്, ദേ വക്കീല് വന്നു തോന്നുന്നു, ആതിര നമുക്കൊന്ന് പുറപ്പെട്ടാലോ? ശരി. വിനോദ് സാറിന് എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വിനോദ് സാറിന് ഒന്നും പറ്റാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും സുചിത്ര അടുത്ത് സ്വപ്നവലി പറയണ്ട, മോളെ ദേ അവളെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് പോ എന്ന് പറയാണ്. ഞങ്ങളും പോവാ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി മാഷും പുറകിൽ പോകുന്നുണ്ട്. ഇഷിതയും സ്വപ്നവലി മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആതിരനെയും മഹേഷിനെ യാത്രയാക്കാൻ വേണ്ടി നിലത്തേക്ക് പോവാട്ടോ. സ്വപ്നവലി പറയണ്ട, പാവം കുട്ടി എന്ന് പറയാണ്. ഇഷിത പറയണ്ട്, അതെ അവൾ ഒരുപാട് അനുഭവിച്ചു, കേട്ടപ്പോ സങ്കടം വന്നു. ഏതായാലും അവൾക്ക് അങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. മഹേഷ് അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാന്നാ പറയണത്, അത് ചെയ്താലും നന്നായി. ഇനി ആ കുട്ടി സമാധാനത്തോടെ ജോലി എടുത്ത് ജീവിക്കട്ടെ എന്ന് സ്വപ്നവല്ലിയും പറയണം. പിന്നീട് കാണിക്കുന്ന അൻസാരിദാസിനെയാണ്. അയാള് ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശ് വരുന്നുണ്ട് കേട്ടോ. ആകാശിനോട് ചോദിക്കണ്ട, ആകാശ് കുറെ നാളായാലോ കണ്ടിട്ട്, എന്തൊക്കെയുണ്ടോ വിശേഷം എന്നിങ്ങനെ ചോദിക്കാണ്. എടോ എന്താണ് വിശേഷം, താഴ്ന്നൊന്നും മിണ്ടാത്തത്? അതെ സർ, നമുക്കൊരു പാളിച്ച പറ്റി, ഒരു അടി കിട്ടി സർ. അടിയോ? എന്തടി സർ? അത് ആതിര. എന്താ അവൾ ചത്തുപോയോ? ചത്തുപോയെങ്കിൽ നന്നായടോ. അതല്ല സർ, അവള് രക്ഷപ്പെട്ടുപോയി. രക്ഷപ്പെട്ടു പോയെന്നോ? എങ്ങനെ? താൻ എന്തൊക്കെയാണോ പറയണത്? അതെ സർ, ഞാൻ പറഞ്ഞ സത്യമാണ്. ആ മഹേഷ് എങ്ങനെയോ മണത്തറിഞ്ഞു ആതിരനെ എവിടെയാ നിർത്തിയെന്ന്. അവൻ ഇന്നലെ വൈകിട്ട് തന്നെ അവിടെ എത്തി ആതിരനെ രക്ഷിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ അനുസരിച്ച് ഒറ്റ എഴുതിച്ചു കൊടുക്കാട്ടോ. ആകാശിന്റെ മുഖത്തിന്റെ പടടോ, താൻ എന്ത് പണിയാണ് കാണിച്ചത്? ഈശ്വര, അവളെങ്ങാനും കോടതിയിൽ പോയി സത്യങ്ങളൊക്കെ പറഞ്ഞ പിന്നെ ഞാനും താനും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല, മഹേഷ് അവളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? അവരുടെ വീട്ടിലേക്ക് എങ്ങനെയാണോ? അത് അറിയില്ല സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അൻസാരിക്ക് ഒരു ഫോൺ വരുവാണ്. ഹലോ, ആണോ? ഓക്കെ ശരി എന്നിട്ട് ഫോൺ വെക്കാണ്. എടോ, ആരാ വിളിച്ചെന്നറിയാവോ? എന്റെ ഒരു പരിചയക്കാരനാ. ആതിരനെ കൂട്ടി മഹേഷ് കോടതിയിലെത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശിന്റെ കഴുത്തിന് കയറി പിടിക്കാൻ അൻസാരി. സമാധാനായില്ല തനിക്ക്, തൃപ്തിയായില്ല തനിക്ക്, എന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാം പോയി, ഇനി അഴിയെണ്ണാൻ പോണത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അൻസാരിദാസോടൊക്കെ തലക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആതിരനെ കൂട്ടിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കേണ്ടത് ഏറെ കൊണ്ടുവന്നത് ഒരു ഓർഫനേജിലേക്കാണ്. അവിടുത്തെ സിസ്റ്റർ മഹേഷിനെ കാണുമ്പോ, മോനെ വാടാ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, ഇതാണ് ആ കുട്ടിയല്ലേ? അതെ. പേരെന്താ? ആതിര. ആതിരനെ എനിക്ക് അറിയാലോ, ഇപ്പോ ടിവിയിലും ന്യൂസിലൊക്കെ ഒരു സമയത്ത് ഒരുപാട് വന്നിരുന്ന കുട്ടിയല്ലേ. മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, മോൾ ഇവിടെ സേഫ് ആയിരിക്കും. അല്ല മഹേഷ്, എടാ ഇവളെ എത്ര നാൾ ഇവിടെ വെക്കാനാ നിന്റെ പ്ലാന്? അല്ല, ഇവിടെ എത്ര നാൾ നിർത്തിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ, കുറച്ചു ദിവസത്തേക്ക് മതി, എന്റെ ഒരു കമ്പനി ഉണ്ട് പുറത്താ സ്റ്റേറ്റില്, ഇവൾക്ക് ഇവിടുത്തെ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ പാസ്പോർട്ട് എടുത്തിട്ട് പുറത്തേക്ക് വിടാനാ എന്റെ ഉദ്ദേശം എന്ന് പറയാനാ പാകത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ട്. അത് കേൾക്കുമ്പോൾ ആതിരക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നാളത്തെ പ്രൊമോയിൽ വിനോദ് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. മഹേഷ് വിനോദിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അൻസാരിദാസിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകാശം ആകെ ടെൻഷനിലാട്ടോ. അപ്പൊ ആ ഒരു പ്രൊമോ ആണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.